പ്രേംലാൽ, ഈ കാനഡയെ സ്വന്തമാക്കാനുള്ള ശ്രമം ട്രംപ് ആരംഭിച്ചിട്ടുണ്ട്. മുമ്പ് ഒരു ശ്രമം നടത്തിയതാണ്. ഇപ്പോൾ അത് വളരെ ഊർജിതമായി നടത്തുകയാണ്. കാനഡയ്ക്ക് വലിയ താല്പര്യമില്ല. എന്താണ് അവസ്ഥ? അതായത് അമേരിക്ക നടപ്പിലാക്കുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. ഗോൾഡൻ ഡോം ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം. അത് കാനഡയ്ക്ക് കിട്ടണമെങ്കിൽ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായി കാനഡ അമേരിക്കൻ ഐക്യനാടുകൾക്കൊപ്പം ചേരണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. ഈ ഗോൾഡൻ ഡോം പ്രതിരോധ സംവിധാനം നടപ്പിലാക്കാൻ അമേരിക്കയ്ക്ക് മാത്രം ഏതാണ്ട് $176 ബില്യൺ ചെലവ് വരും. അത് ഫ്രീ ആയി നൽകാം. ഇല്ലെങ്കിൽ പിന്നെ കാനഡ അമേരിക്കയ്ക്കൊപ്പം നിന്നാൽ അത് ഫ്രീ ആയി നൽകാം. അല്ലെങ്കിൽ $61 ബില്യൺ കാനഡ അമേരിക്കയ്ക്ക് തരണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഡിമാൻഡ്. പക്ഷേ കാനഡ ഈ ഒരു ആവശ്യത്തോട് ഇതുവരെ കൃത്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അത് ചിരിച്ച് തള്ളിക്കാണാനാണ് സാധ്യത. പക്ഷേ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ കാനഡ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയോ സ്വാതന്ത്ര്യത്തെയോ ചോദ്യം ചെയ്യുന്ന തരത്തിലാകരുത് എന്നുള്ളത് കാനഡ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതായത് നിലവിൽ ഇതെല്ലാം തന്നെ നാറ്റോയുടെ ഒരു കരാറിൻ്റെ ഭാഗം കൂടിയാണ്. നാറ്റോയുടെ നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ്, അതായത് NORAD, ഇതാണ് ആ കരാർ. ഇത് പ്രകാരമാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ ഒരുക്കുന്നത് പോലും. അപ്പോൾ അമേരിക്കയും കാനഡയും ഈ കരാറിൻ്റെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ കാനഡയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനും സാധിക്കില്ല. കാരണം ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് കാനഡയുടെ വ്യോമാതിർത്തിയും അവിടെ സ്ഥാപിക്കുന്ന റഡാർ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കാനഡയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് മാത്രമായിട്ട് ഇത് ചെയ്യാനും പറ്റില്ല. നേരത്തെ തന്നെ കാനഡ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ ആവശ്യങ്ങളെ തള്ളിയിരുന്നു. അതായത് നേരത്തെ അമേരിക്ക കാനഡയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ഒരു നികുതി ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുടെ ഭാഗമാകണം കാനഡ എന്ന തരത്തിൽ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ട് ചൈനയോടൊക്കെ പ്രഖ്യാപിച്ച അതേ സമാനമായി തന്നെ. അപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, അദ്ദേഹം വൈറ്റ് ഹൗസിൽ സന്ദർശനം നടത്തിയപ്പോൾ രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തുകയും ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും അങ്ങനെ ആ വർദ്ധിപ്പിച്ച നികുതി അത് ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ ആ പ്രശ്നം തീർന്നു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ട്രംപ് വീണ്ടും ഈ 51ാമത് സ്റ്റേറ്റ് എന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉടനെ നടപ്പാക്കാൻ പോകുന്നൊന്നുമല്ല. ഏതാണ്ട് 2029 കൂടിയേ പ്രാവർത്തികമാകും. അപ്പൊ ഈ ട്രംപിന്റെ ഈ വലിയ സ്വപ്നം അത്ര സാധ്യമാകുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാര്യം അത് ഒരുപാട് സാങ്കേതികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ മറികടന്ന് വേണം ഈ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി സജ്ജമാകാൻ. അപ്പോൾ നടക്കാൻ പോകുന്ന, അതായത് ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ജാതകം ഇപ്പോഴേ എടുത്തു വെച്ചിട്ടാണ് ട്രംപ് ഈ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നത്. ഇനി ഈ കാനഡയെ എന്തുകൊണ്ട് അമേരിക്കയുടെ ഭാഗമാകണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്കൻ ഐക്യനാടുകൾ രൂപീകൃതമായ കാലം തൊട്ടേ കാനഡയോട് അമേരിക്കക്കാർക്കൊരു താല്പര്യമുണ്ട്, അവരുടെ ഒപ്പം നിൽക്കണം എന്ന തരത്തിൽ. പക്ഷേ ഈ കാനഡ പണ്ട് മുതലേ ബ്രിട്ടീഷുകാരോടും ഫ്രഞ്ചുകാരോടുമാണ് താല്പര്യമുള്ളത്. അവരോടും ആണ് ഏറ്റവും കൂടുതൽ വ്യാപാര സാമ്പത്തിക സഹകരണമൊക്കെ ഉള്ളത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇപ്പം അമേരിക്ക ഈ കാനഡയിൽ അവരുടെ സ്വാധീനം ചെലുത്താനായിട്ട് പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട്, സൈനികമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. അപ്പോൾ അതിൻ്റെ പുതിയൊരു പതിപ്പാണ് ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദ തന്ത്രം. അപ്പോൾ നേരത്തെ ഇത്തരത്തിൽ ഒരാവശ്യമൊക്കെ വന്നപ്പോഴും അവർ നിരാകരിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലും ആ ഒരു നിരാകരണം തന്നെ ഉണ്ടാവുള്ളൂ. കാര്യം ട്രംപ് നമുക്കറിയാവുന്ന പോലെ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുകയും അത് ഒരു ആലോചനയില്ലാതെ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അത്തരൊരു പ്രസ്താവനയ്ക്കപ്പുറം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയൊരു പ്രതിസന്ധിയായി മാറുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിക്കാനൊക്കില്ല. എന്നാൽ ഈ കാനഡ അമേരിക്കയുടെ ഭാഗമായി മാറിയാൽ അവർക്കുണ്ടാകുന്ന ഗുണം ദോഷവും ഏത് തരത്തിലായിരിക്കും? അതായത് കാനഡയെ സംബന്ധിച്ച് അവർക്ക് ഒരു സൈനിക ബലമില്ലാത്തൊരു പ്രദേശമാണ്. അവിടെ പോലീസ് സംവിധാനം മാത്രമാണുള്ളത്, സേനയില്ല. അമേരിക്കയ്ക്ക് ഉള്ളതുപോലെ ഒരു സേനയില്ല. അപ്പോൾ അമേരിക്കയുടെ ഭാഗമായാൽ കാനഡയ്ക്ക് കിട്ടുക ഒരു സൈനിക പരിരക്ഷയാണ് ഒന്നാമത്. പിന്നെ കുറച്ചുകൂടി ഇപ്പോൾ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളാണെങ്കിൽ പോലും മറ്റു തരത്തിൽ അതായത് അതിർത്തി നിയന്ത്രണങ്ങൾ തന്നെ വളരെ പരിമിതമായ അതിർത്തി നിയന്ത്രണങ്ങൾ
ഉള്ള ഒരു പ്രദേശവുമാണ്. കാര്യം അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലൊന്നും കൂടിയാണ് കാനഡ. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ അതിർത്തി നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം കൂടി. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നേറുന്ന രാഷ്ട്രങ്ങളാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ്, എന്താവശ്യത്തിനാണ് ട്രംപ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിലിരുന്ന സമയത്ത് ട്രംപിന്റെ ആദ്യ ടേമിൽ ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് നേതാക്കൾ തമ്മിൽ വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഒരു കൂടിക്കാഴ്ച വേളയിൽ ട്രംപ് അന്ന് പറഞ്ഞത് കാനഡയെ പോലെ ഒരു അയൽക്കാരൻ ജസ്റ്റിൻ ട്രൂഡോയിൽ പോലെ ഒരു ഭരണാധികാരിയൊക്കെ ഉള്ളത് ഭാഗ്യമാണെന്ന തരത്തിലാണ് അന്ന് പ്രസ്താവന നടത്തിയത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മാർക്ക് കാർണി വന്നപ്പോൾ അദ്ദേഹത്തോടെന്തോ വ്യക്തിപരമായ താല്പര്യമില്ലാത്തത് കൊണ്ടാകാം ഇത്തരത്തിലൊരു പ്രസ്താവനകളിലേക്ക് പോയത്. അല്ലാണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു തർക്കമോ അതിർത്തി പ്രശ്നമോ സംഘർഷമോ ഒന്നും നിലനിൽക്കുന്നില്ല. രണ്ട് രാജ്യങ്ങളും പരസ്പര സൗഹാർദ്ദത്തോടെ സഹകരിച്ച് മുന്നേറുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ശത്രുതാപക്ഷം സ്വീകരിക്കുന്നത് പറഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പണ്ട് മുതലേ അമേരിക്കക്കാരുടെ ഒരു താല്പര്യമാണ് കാനഡ ഒപ്പം നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ട്രംപ് ഒരു കടുത്ത ദേശീയവാദി ആയതുകൊണ്ട് അത്തരം താല്പര്യമുള്ളവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ സന്തോഷിപ്പിച്ച് അവരെ കൂടെ നിർത്താൻ വേണ്ടി ലക്ഷ്യമിട്ടാവണം ഈ കാനഡയെ ഒപ്പം കൂട്ടണം എന്നിങ്ങനെ നിരന്തരം വാദിക്കുന്നത്. ഈ ട്രംപിൻ്റെ പല നടപടികളും ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയാണ്. എടുത്തിയാടിയുള്ള തീരുമാനങ്ങൾ, മറ്റ് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സിമ്പിളായി ചായ കുടിച്ച് പരിഹരിക്കാമെന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ട്രംപ് ഓരോ ദിവസം കഴിയുന്നവർ കൂടുതൽ അനഭിമതനായിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഈ ട്രംപ് അമേരിക്ക പോലെ വലിയ അതിശക്തമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കുന്നതിൻ്റെ യാതൊരു പക്വതയും കാണിക്കാത്ത ഒരാളാണ് ട്രംപ്. അയാൾ പണ്ട് ഒരു ബിസിനസ്സുകാരനാണ്, ഇപ്പോഴും ഒരു ബിസിനസ്സുകാരനായി തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിന് ഈ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഥമ പരിഗണന വ്യാപാര താല്പര്യങ്ങളാണ്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള വ്യാപാര കരാർ തന്നെ നോക്കാം. അവർക്കെതിരെ വലിയ രീതിയിലുള്ള 140% വരെ നികുതി പ്രഖ്യാപിച്ചിട്ട് പിന്നീട് അത് കുറയ്ക്കേണ്ട, അത് നിലനിർത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. കാരണം അമേരിക്കയിലുള്ള പല വ്യവസായശാലകൾക്കും അസംസ്കൃത വസ്തുക്കൾ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈനയ്ക്കെതിരെ ഇത്തരം വലിയൊരു നടപടി എടുക്കുമ്പോൾ അത് തൻ്റെ രാജ്യത്തെ കൂടി ബാധിക്കും എന്നുള്ളൊരു ചിന്തയില്ലാതെയാണ് ട്രംപ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷെ പിന്നീട് അതിന് വലിയ കാലതാമസം ഉണ്ടായില്ല. അത് വീണ്ടും 30% വെട്ടിക്കുറച്ചു. പക്ഷേ അത് ഒരു പരിധിവരെ ഇന്ത്യ അടക്കമുള്ള ചെറിയ രാജ്യങ്ങൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സഹായകരമായി. ചൈനയിലുള്ള വൻ വ്യവസായശാലകളൊക്കെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അവരുടെ നിക്ഷേപം മാറ്റി സ്ഥാപിക്കാൻ ആ രീതിയിലുള്ള ചിന്തകളിലേക്ക് വന്നു. പക്ഷേ ട്രംപ് ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യമായ ആലോചനയില്ലാത്ത പ്രസ്താവനകളുമായി തുടരുന്നു. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും അദ്ദേഹം കാര്യക്കാരനാകാൻ നോക്കി. ഞാൻ ഇടപെട്ട് ചർച്ച ചെയ്തതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ ഉണ്ടായതെന്നും ഇന്ത്യ പാകിസ്ഥാൻ നേതാക്കൾ ഒരു ഡിന്നർ കഴിക്കുകയോ അല്ലെങ്കിൽ ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന തരത്തിലെ പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാതെ ഇരുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പിന്നെ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അവിടെ സന്ദർശനത്തിന് വന്നപ്പോൾ സാധാരണ രണ്ട് രാജ്യത്തിൻ്റെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ഈ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ പ്രദർശനം പോലും നടത്തി ട്രംപ്. പിന്നെ യുക്രൈൻ പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം മോശമായതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് കലഹിച്ച ആളാണ് ട്രംപ്. അപ്പോൾ ഇത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിലിരിക്കുന്ന ആളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെയ്തികളോ പ്രവൃത്തികളോ പ്രസ്താവനകളോ അല്ല ട്രംപ് കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്.